ചെയ്തിട്ടാണ് വീട്ടിലെ പണിയെല്ലാം തീർത്ത് ഒതുക്കിയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് അങ്ങനെ പോകാം. അതുപോലെ ഒരു സംശയം വന്നിട്ടുണ്ടായിരുന്നു, പച്ചക്കറി എല്ലാം കൂടെ കഴുകിയിട്ട് അപ്പം തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ അത് കേടായി പോകത്തില്ലേന്ന്. ബാ നമുക്ക് നോക്കാവേ. ഉരിയാടാത്തത് എന്താ? ഒന്നും ഉരിയാടാതെ പോകുവാണോ? ചേട്ടൻ്റെ ഫാൻസിന് സങ്കടമാവുള്ളൂ ഇങ്ങനെയാണെങ്കിൽ. ശരിക്കും ചൂടാവണം കേട്ടോ. കറിവേപ്പില ഉണ്ടാവും മതി. ചേട്ടൻ പണ്ടോ ഇങ്ങനെ അതേ പൊടിച്ച് ഇങ്ങനെ നിൽക്കും. കഷമൊക്കെ താത്തിയിട ആൾക്കാർ കാണും. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളെ വൈകുന്നേരം മുതലക്കടം പള്ളിയിലൊക്കെ പോയിട്ട് വന്നതാണ് കേട്ടോ. പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചു. അതിനുശേഷം കടയിൽ പോയി. ചേട്ടൻ എനിക്ക് 2 ചുരിദാർ ടോപ്പ് വാങ്ങിച്ചു തന്നു. ഇവന് പിന്നെ ഇടയ്ക്ക് ഇവനെടുക്കുന്ന ഡ്രസ്സ് എന്ന് വെച്ചാൽ നമ്മൾ പിള്ളേരുടെ ഡ്രസ്സിനാണ് വില കൂടുതൽ, അല്ലെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സാരിക്കിടാനായിട്ട് ചെരുപ്പുണ്ടായിരുന്നില്ല. ഞാൻ 2-3 കൊല്ലം മുമ്പുള്ള ചെരുപ്പുകളാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളങ്ങനെ ചെരുപ്പൊന്നും വാങ്ങാറില്ല. പിന്നീട് ചെരുപ്പ് വാങ്ങിയില്ല, ചുരിദാറിനൊക്കെയാണ് പറ്റത്തുള്ളൂ. പുറകിലൊക്കെ ഇതുള്ള ചെരുപ്പാണ്. അപ്പോൾ ഞാൻ വാങ്ങാനാണ് പോയത്. അപ്പം ഞാൻ വാങ്ങാൻ പോയപ്പം ആൻസിനും വാങ്ങിച്ചു കൊടുത്തു, ചേട്ടനും വാങ്ങിച്ചു. അപ്പം അങ്ങനെ ചെരുപ്പൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ മുട്ട വാങ്ങിച്ചു. മുട്ട ഞാൻ നാടൻ കോഴിയുടെ മുട്ട കഴിക്കത്തില്ല, വീട്ടിലുള്ള മുട്ടയൊന്നും കഴിക്കത്തില്ല. നമുക്കിവിടെ മുട്ട, നമ്മുടെ മുട്ട വിൽക്കുവാണ്. എന്നിട്ട് ഞാൻ വൈറ്റ് മുട്ടയെ കഴിക്കത്തുള്ളൂ. അപ്പം വല്ലപ്പോഴൊക്കെ ഒരു മുട്ട ഓംലെറ്റൊക്കെ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടും പൊതിച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ വയ്ക്കാൻ നല്ല രസമല്ലേ മുട്ട ഓംലെറ്റ്. അതുപോലെ തന്നെ ബീട്രൂട്ട് തോരൻ ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ കൂണ് വാങ്ങിച്ചു. നാളെ കൂണ് തോരനായിരിക്കും കേട്ടോ. കൂണ് ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടി ഞാനൊരു പാവയ്ക്ക തോരൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ രാവിലെ ദോശ ഉണ്ടാക്കുന്നുണ്ട്. ദോശയ്ക്ക് സാമ്പാർ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് വെക്കണം. എല്ലാം കൈയെത്താവുന്ന ദൂരത്തിൽ, നമുക്ക് കിട്ടാവുന്ന ദൂരത്തിൽ എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം കിടക്കാൻ. അത് മാത്രമല്ല, നമ്മുടെ അലങ്കോലമായിട്ട് കിടക്കുക. ഞാൻ എങ്ങനെ വെച്ചിട്ട് പോയോ അതിൻ്റെ അപ്പുറമായിട്ടാണ് ഇപ്പം കിടക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡ് പിടിപ്പിക്കാത്തതുകൊണ്ടേ ഈ പാത്രങ്ങളൊന്നും വെക്കാൻ സൗകര്യമില്ലെന്നേ. അതെനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണിപ്പം. അപ്പം അതങ്ങനെ കിടക്കുവാണ്. ഇനി കുറച്ച് പാത്രങ്ങൾ എനിക്ക് കഴുകാനുണ്ട്. അതൊക്കെ ഒന്ന് കഴുകി വെക്കണം. അതൊക്കെ രാവിലെ ഞാൻ ചോറ് കോരുന്നത്, അതൊക്കെ അതേപടി അവിടെ ഇരിക്കുവാണ് കേട്ടോ. അതെനിക്ക് അതുപോലെ ഈ കപ്പ് എപ്പോഴും ഞാൻ അവിടെ കമഴ്ത്തി വെക്കണതാണ്. ചേട്ടനെടുക്കും, അവിടെ കൊണ്ട് പിന്നെ വെക്കും. ഇത് തന്നെ പരിപാടി. നമ്മൾ വെച്ചിട്ട് പോകണമെന്നൊന്നും ഇരിക്കാറില്ല. അത് റവ തീർന്നു, റവ ഇടണം. ബിസ്ക്കറ്റ് മോളിൽ നിന്ന് എടുത്താ, അത് എടുത്തോടത്ത് തിരിച്ചു വെക്കണ പരിപാടിയൊന്നും ഇവിടെ ആർക്കും ഇല്ല. എന്നാൽ പിന്നെ അത് മുകളിൽ തന്നെ വെച്ചാൽ ഇനി പറയത്തില്ലല്ലോ. കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ കിടക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്തിട്ടാണ് വീട്ടിലെ പണിയെല്ലാം തീർത്ത് ഒതുക്കിയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് അങ്ങനെ പോകാം. അതുപോലെ ഒരു സംശയം വന്നിട്ടുണ്ടായിരുന്നു, പച്ചക്കറി എല്ലാം കൂടെ കഴുകിയിട്ട് അപ്പം തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ അത് കേടായി പോകത്തില്ലേന്ന്. ബാ നമുക്ക് നോക്കാവേ. നമ്മൾ പച്ചക്കറിയുടെ സെക്ഷൻ നോക്കാം. ഇത് ഞാൻ കഴുകിയിട്ട് അപ്പം തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ് കേട്ടോ. നല്ല ഫ്രഷായിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മുളക്, എടാ ഒരു പാക്കറ്റ് മുളക് പൊടി ഉണ്ടായിരുന്നു. അതെന്തിയാടാ? ഒരു കവറിനകത്തോടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിയാടാ? അതെന്തിയേ? അത് ഇതിനകത്തേക്ക് അതവിടെയുണ്ട്. പിന്നെതാ പച്ചപ്പയറും ഉണ്ട്, പാവയ്ക്കയുണ്ട്. കണ്ടോ? ഇതെല്ലാം ഞാനന്ന് കഴുകി വെച്ചതാണ് കേട്ടോ. കഴുകി അതേപടി വെച്ചതാണ്. ഒരു കുഴപ്പമില്ലാതെതാ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. അത് വേണ്ട, അതെടുത്ത് കളഞ്ഞത്. അതപ്പോൾ നേരത്തെ ഇരിക്കണതാണ്. ഞാനത് അന്ന് മാറ്റാറുണ്ട്. ചേട്ടൻ എന്ത് ചെയ്താൽ മാറ്റില്ലായിരുന്നു. അപ്പം നാളെ ഇച്ചിരി പാവയ്ക്കയും 2 ക്യാരറ്റും കൂടെ അരിഞ്ഞ് വെക്കണം. പിന്നെതാ അന്ന് ഞാൻ വെച്ചതാണ് കേട്ടോ. ഇതിനകത്തെ കുരുവെല്ലാം കളഞ്ഞ് വൃത്തിക്ക് വെച്ചതാണ്. ഒരു കുഴപ്പമില്ലാതെ അന്ന് എങ്ങനെ വെച്ചോ അതുപോലെ ഇരിക്കുന്നുണ്ട്. തക്കാളിയൊക്കെ കണ്ടോ? നീ പൊക്കെ നീ സ്റ്റാൻഡ് വിടും. നാളെ സാമ്പാറിലിടാനില്ല.
പിന്നെ ഇതാ ഇത്. അപ്പോൾ ഈ ആഴ്ച 100 രൂപയ്ക്ക് വാങ്ങിയ പച്ചക്കറിയാണ്. ഈ ആഴ്ച ഇതാ വെള്ളിയാഴ്ച വന്നു. പിന്നെ ഇന്ന് വാങ്ങിയതാണ്. അതെടുത്ത് കുടിച്ചോ. ആ എടുത്തോ. ഞാൻ പുതിയത് വാങ്ങിയില്ലേ. യോഗർട്ട് കഴിക്കാത്ത ഇരിക്കുന്ന ആണോ? ഓ അതും എടുത്തില്ല. അത് ഇച്ചിരി എടുത്ത് കഴിക്കണം. പിന്നെ ഇന്ന് തൈര് വാങ്ങിച്ചോണ്ട് വന്നതുണ്ട്. ഇന്ന് പിന്നെ വേറെ തന്നെ വാങ്ങിയ കൂണ്. നാളെ കൂണാട്ടോ നമുക്ക് തോരൻ ഉണ്ടാക്കുന്നത്. നമ്മളിതാ കൂണ് വാങ്ങിച്ചത് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ കൊണ്ടുവന്നത്. അത് ഓരോ കറണ്ട് എടുക്കൂലേ. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഞാൻ വീട് ഒന്നോടെ ഇത് ഏത് പാത്രം എടുക്കുന്നോ അത് കഴുകി വെച്ചോളണം കേട്ടോ. ഏത് പാത്ര അവിടെ കാണും. അപ്പോൾ ഇത് ഒന്നോടെ ഒന്ന് അടുക്കി പറക്കാനൊക്കെ ഉണ്ട്. വീണ്ടും ഞാൻ വെച്ചിട്ട് പോകുന്നോണായിരിക്കില്ല ഞാൻ തിരിച്ചു വരുമ്പോൾ ഇതിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിപ്പോയി. ഞാനിപ്പോൾ ഇവിടെ തപ്പി നടക്കലാണ് എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമുക്കിച്ചിരി സാമ്പാറിനുള്ള കൂട്ടവും പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വയ്ക്കാം. അപ്പം ഞാൻ അരിഞ്ഞ് വെച്ചിട്ട് വരാം. ഇതിനകത്തേക്ക് പച്ചക്കറി അരിഞ്ഞിട്ടിട്ട് അരിയുമല്ല ഇങ്ങനെ ആക്കിയിട്ടിട്ട് ഒന്നോടെ ഒന്ന് കഴുകിയെടുക്കാമല്ലോ. എന്നിട്ട് പിന്നെ കഴുകിയെടുത്തതിന് ശേഷം കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്തേക്ക് കയറ്റി വെച്ചാൽ നാളെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എടുത്താൽ മതി. പിന്നെ പരിപ്പ് നമുക്ക് പാക്കറ്റിൽ ഇരിപ്പുണ്ട്. പരിപ്പ് എടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് മാറ്റണം. അപ്പോൾ ഇതൊക്കെ കണ്ടാൽ ഞാൻ അന്ന് വെച്ചതല്ല, ഫ്രഷായിട്ട് ഇപ്പോഴും ഇരിക്കുന്നത്. ഒരു കുഴപ്പമില്ലാണ്ട് നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. അന്ന് വെച്ചതിൽ ഒരു കുഴപ്പവും ഇല്ല. ഒരു ക്യാരറ്റ് നമുക്ക് തോരനെടുക്കാനും ഒരു ക്യാരറ്റ് നമുക്ക് സാമ്പാറിലിടാനും. പാവയ്ക്കയുടെ കൂടെ നമ്മൾ ക്യാരറ്റ് ഇടുവാണെങ്കിൽ പാവയ്ക്കയുടെ കയ്പൊന്ന് കുറഞ്ഞതായിട്ട് തോന്നും. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിച്ചിട്ട് ഒന്നോടെ ഒന്ന് കുളിച്ച് കിടക്കാൻ. ജോലി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതേപടി കിടക്കുമ്പോൾ നമുക്ക് മടുപ്പാണ്. കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഉഷാറായിട്ടിരിക്കാം. എന്നിട്ട് പിന്നെ അടുക്കളയൊന്ന് തുടച്ച് വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കി വെച്ചിട്ട് നമുക്ക് കിടക്കണം. അതിൻ്റെ ഇടയ്ക്ക് കഞ്ഞിക്കല്ലത്തിൽ നിന്ന് ബാസ്ക്യൂന് ഇച്ചിരി ചോറ്, ബാസ്ക്യൂന് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ മുട്ടയിട്ട് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാസ്ക്യൂന് ഇച്ചിരി ചോറൊക്കെ കൊടുത്ത് നമ്മൾ താറാമയ്ക്ക് ഇച്ചിരി ചോറ് കൊടുക്കാറുണ്ട് കേട്ടോ കിടക്കാൻ നേരത്ത്. അപ്പോൾ താറാമയ്ക്കും ചോറൊക്കെ കൊടുത്ത് കിടക്കണം. ചേട്ടനാണെങ്കിൽ ഒരു മൊബൈലും പിടിച്ച് ആ ഇറയത്തിരിപ്പുണ്ട്. ചേട്ടനാണെങ്കിൽ ഇന്ന് പുല്ലിന് മരുന്നടിക്കാൻ പോയേക്കുമായിരുന്നു. നമ്മൾ കപ്പ നടന്നത് കണ്ടത്തിലേ. വർഷം മുതൽ നമ്മൾ അവിടെ കണ്ടത്തിൽ കപ്പ നടുക ചേട്ടന് കിട്ടിയ വിധത്തിന്. അപ്പം പുല്ലിന് മരുന്നടിക്കാൻ പോയേക്കുമായിരുന്നു. എന്നിട്ട് നമ്മളെല്ലാവരും ഇടപെട്ട് കപ്പാക്കോടെല്ലാം വെട്ടി തീയിടാനായിട്ട് റെഡിയാക്കിയൊക്കെ വെച്ചു. ചേട്ടൻ ഇറയത്ത് വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം പണിയൊക്കെ കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് ചേട്ടൻ എനിക്ക് വാങ്ങിച്ചു തന്ന ടോപ്പ്, ചുരിദാർ ടോപ്പും ചെരുപ്പും ഒക്കെ കാണിച്ചു തരാവേ. എന്തുവാ ഉണ്ടാത്ത ഒന്നും ഉരിയാടാത്തത്? എന്താ ഒന്നും ഉരിയാടാതെ പോകുവാണോ? ചേട്ടൻ്റെ ഫാൻസിന് സങ്കടമാവുമല്ലോ അങ്ങനെയാണെങ്കിൽ. പിന്നെ നമ്മൾ ചുരിദാർ വാങ്ങിയത് ടോപ്സിയ ടോപ്പ് കട മങ്ങാട്ടുകവല. അപ്പം നമ്മളവിടെ ടോപ്പ് എടുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ചുരിദാറിൻ്റെ തന്നെ ഒരു കളക്ഷനായിട്ടുള്ള ഒരു ഷോറൂമാണ്.
അപ്പോൾ നമ്മൾ ഷോപ്പിൽ ചെന്നപ്പോൾ അവിടുത്തെ എത്താൻ പറഞ്ഞു, നമ്മുടെ വീഡിയോ കണ്ട് ഇടുക്കിയിൽ നിന്ന് തൊടുപുഴ ഹോസ്പിറ്റലിൽ വന്ന ഒരു ചേച്ചി, ഞാനിങ്ങനെ എപ്പോഴും പറയണ കേട്ട് തൊടുപുഴ ടോപ്സിയ ടോപ്പ് കട അന്വേഷിച്ച് കണ്ടുപിടിച്ച് ടോപ്പ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻസിന്നോ അങ്ങനെ എന്തോ പേര് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, പേര് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയത്തില്ല കേട്ടോ, ആരാന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ആരാണെങ്കിലും ഒരുപാട് താങ്ക്സ്. നമ്മളെ അത്രമാത്രം വിശ്വാസമുള്ളത് കൊണ്ടൊക്കെയാണല്ലോ നമ്മളെ വാക്കുകെട്ടൊക്കെ അവിടെ ചെന്നത്. ഞാൻ ഒരിക്കലും ഒരു പരസ്യമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷനായിട്ടൊന്നും പറഞ്ഞില്ല, ഞാൻ ഇവിടെ നിന്ന് വാങ്ങുന്നതെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഏത് നിലവാരത്തിലുള്ളവർക്കും വില കുറഞ്ഞ നല്ല ക്വാളിറ്റിയുള്ള ടോപ്പുകളൊക്കെ അവിടെ കിട്ടുന്നത്. ഞാൻ അതുകൊണ്ട് ഇപ്പം പുറത്ത് എങ്ങനെ എടുക്കാറില്ല, എൻ്റെ ചുരിദാറെല്ലാം ഇപ്പം അവിടെ നിന്നാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് കഷ്ണങ്ങൾ കൊള്ളത്തില്ലായിരിക്കും അല്ലേ, നമുക്കൊരു പാത്രം വേണം. നമുക്കിതിനകത്തേക്ക് അരിഞ്ഞ് വയ്ക്കാം. അപ്പം ഞാൻ അരിഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പോഴേ ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് വെച്ച് വെണ്ടയ്ക്കും തക്കാളിയൊക്കെ ഒരുമിച്ച് വെച്ചാട്ടോ വേവിക്കുന്നത്. സെപ്പറേറ്റൊക്കെ ഉണ്ടാക്കാൻ സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട്. ഇനി എനിക്ക് ഈ പാവയ്ക്ക് ഇതുകൂടി ഒന്ന് കൊത്തി അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പണി തീർന്നു. അപ്പം ഞാനിതാ പാവയ്ക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിനെല്ലാത്തിനും കൂടെ തേങ്ങ വേണം. അപ്പം ആ തേങ്ങയാണ് ചേട്ടൻ എനിക്ക് ചിരകി തരുന്നത്. തേങ്ങ ചിരകി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കും. അങ്ങനെ ചേട്ടൻ അത് ചിരട്ട വരെ ചിരകി തരും എനിക്ക്. തീർന്നില്ലേ? അതിൻ്റെ ഉള്ളിൽ ഇനിയും ഉണ്ടോ? മിണ്ടാത്ത എന്താ? ചേട്ടന് ഭയങ്കര ഗൗരവമാണ് ഗൈസ്. ചില സമയത്തൊക്കെ ചേട്ടൻ ഇങ്ങനെയാണ്, ഒന്നും ഉരിയാടാതെ മിണ്ടാതെ നിൽക്കും. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ എല്ലാം കഴുകി എടുത്തിട്ട് വൃത്തിയാക്കി തുടച്ച് വയ്ക്കാം. അപ്പോൾ തേങ്ങ നമ്മൾ ഐസ്ക്രീം ബോട്ടിലാണ് കേട്ടോ ഇട്ട് വയ്ക്കുന്നത്. അപ്പം നമ്മൾ ഒരു നീക്ക് പണി ഇപ്പോൾ അടുക്കളയ്ക്കകത്ത് തന്നെ കഴിഞ്ഞു കേട്ടോ. അടുക്കളയ്ക്കകത്താണെങ്കിൽ നിറച്ച് സാധനങ്ങളായി. കടയിലിരുന്ന ഫ്രീസറായി, ഫ്രിഡ്ജായി, എല്ലാം ആയി. പക്ഷെ നമ്മളതെല്ലാം ഒന്ന് ഒതുക്കി പറക്കി എല്ലാം ഒന്ന് വെച്ചു. ഫ്രീസർ വെളിയിലിരിക്കുമായിരുന്നു, പോർച്ചിലിരിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നാൽ അത് കേടായി പോകത്തില്ലേ. ഫ്രീസർ കൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഫ്രീസർ ഞാൻ ചേട്ടനോട് പറഞ്ഞാൽ അതേ കടല കിടക്കണുണ്ട്, അതിങ്ങ് എടുത്ത് വരും, ഞാൻ തിന്നോളാം. ഞാൻ പേരെ തുടച്ചതാ. അപ്പോൾ ചേട്ടനോട് ഞാൻ പറഞ്ഞ ഫ്രീസർ ഞാൻ വാങ്ങി വെച്ചേക്കുവാ. പിന്നെ പാത്രങ്ങളെല്ലാം ഇവിടെ കഴുകി കമഴ്ത്തി ഒരു മൂലയ്ക്ക് വെച്ചിട്ടുണ്ട്. കഞ്ഞിക്കലം നമുക്ക് അപ്പുറത്തേക്ക് ആ അടുക്കളയിൽ മാറ്റാനുള്ള. ആ അടുക്കള ഇപ്പം ഒന്ന് കഴുകി നല്ല അടിച്ചു വാരിയിട്ടു. നാളെ വന്ന് ഒന്നോടെ അടിച്ചു വാരിയിട്ട് വേണം കഞ്ഞി വയ്ക്കാൻ. എന്നിട്ട് വേണം ഈ കഞ്ഞിക്കലം നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ. അത് കണ്ടോ, കരിയൊക്കെ സൂപ്പറായിട്ട് ഞാൻ കഴുകിയെല്ലാം കളഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. എല്ലാ കലവും കഴുകി വെച്ചു കേട്ടോ. ഇത് പിന്നെ നമുക്ക് മീൻകറി ഇരിക്കുന്നതാണേ, അതുകൊണ്ട് ബാക്കി അത് മാത്രം. ആൻസൂട്ടൻ്റെ ചോറ്റ് പാത്രം എല്ലാം സെറ്റാക്കി, നിലമൊക്കെ ആണെങ്കിലും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് ഞാനൊരു വാട്ടർ ബോട്ടിൽ വാങ്ങിയതാട്ടോ, വെള്ളം കുടിക്കാൻ വേണ്ടി. വാട്ടർ ബോട്ടിൽ വെള്ളം കുടിക്കാനാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ചേട്ടൻ കുളിക്കാൻ പോയി. ഇപ്പം ഞാനും പടപ്പിക്കില്ലേ, ചേട്ടൻ കുളിക്കാൻ പോയി, ഞാനും കുളിക്കാൻ പോകും. കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിക്കുന്നു. ഈ കത്രികയുടെ സ്ഥാനം ഇവിടെയാണ്. ഞാൻ എന്തെങ്കിലും പാക്കറ്റൊക്കെ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന എവിടെ
കഴിഞ്ഞ ദിവസം ഞാൻ പോയില്ലായിരുന്നു അമ്മ കപ്പ വയ്ക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഉപ്പും മുളക് ഇട്ടത് നല്ല ടേസ്റ്റ് ആയിരുന്നു. പേരക്ക ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇവിടെ തന്നെ ഇരിക്കുവാണ്. അതവിടെ ഇരിക്കുള്ളൂ, അതവിടെ ഇരുന്നോട്ടെ. നമ്മൾ പോയിട്ട് കുളിച്ചിട്ട് വരാം. അപ്പം ഞങ്ങൾ രണ്ടുപേര് കുളിച്ചിട്ട് വന്നിട്ടോ. ഞങ്ങൾ കുളിച്ചിട്ട് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കും. ഉണ്ടാക്കിയത് ചൂടാക്കും. ഇത് ചൂടാവും കേട്ടോ. പിന്നെ തവി കൈ കൊണ്ട് പിടിക്കാൻ പറ്റാണ്ട് വരും. ഞങ്ങളാണെങ്കിലേ കടയിൽ പോയിട്ട് വന്നപ്പോൾ ആൻസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് കാണിച്ചത് ഇതുണ്ടോ, ഇത് നോയമ്പ് കാലമൊക്കെ അല്ലേ, മുസ്ലിംസിന് നോമ്പ് കാലമൊക്കെ അല്ലേ. പത്തിരിയാണ് കേട്ടോ. നമ്മളത് വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പം നമുക്കിവിടെ കുറച്ച് കഴിഞ്ഞ ദിവസം വാങ്ങിയ ബീഫ് കറി ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അത് നമ്മൾ ചൂടാക്കുകയാണ്. ലാസ്റ്റ് ഫൈനൽ ബീഫിൻ്റെ ഫൈനൽ സ്റ്റേജാണ് കേട്ടോ അത്. ഇത് മീൻകറിയാണ്. മീൻകറി ചൂടാക്കി വെച്ചിട്ട് കിടക്കാണ്. ശരിക്കും ചൂടാവണം കേട്ടോ. കറിവേപ്പില ഉണ്ടാകും മതി ചേട്ടാ. പണ്ടോ ഇങ്ങനെ അതേ പൊടിച്ച് ഇങ്ങനെ നിൽക്കും. കഷമൊക്കെ താത്തിയിട ആൾക്കാർ കാണും. വീഡിയോയിൽ ലേഡീസൊക്കെ കാണുന്നതല്ലേ. ചേട്ടൻ്റെ ഫാൻസ് അധികം ലേഡീസാണ്. ചാനൽ കാണുന്നത് കൂടുതൽ ഫീമെയിൽസാണ് കേട്ടോ. മെയിൽസ് കുറേ കാണാറുള്ളൂ, ഫീമെയിൽസ് കൂടുതൽ കാണുന്നത്. പിന്നെ ഫേസ്ബുക്കിലും അങ്ങനെ തന്നെയാണ്. ഫേസ്ബുക്കും ബിന്ദു ജാക്സൺ എന്നാണ് കേട്ടോ ഫേസ്ബുക്ക് നെയിം. ബിന്ദു ജാക്സൺ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ഫേസ്ബുക്കിൽ 15,000 ഫോളോവേഴ്സാണ് നമുക്കായത്. പക്ഷേ അത്യാവശ്യം ഞാൻ അതിനകത്ത് കൂടുതൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇടാറുള്ളത് കേട്ടോ. ആൻസൂട്ടനാണെങ്കിൽ അപ്പുറത്ത് ഇരിപ്പുണ്ട്, നീ വന്നിട്ടില്ല. എൻ്റെ പണിയെല്ലാം ഞാനിപ്പോൾ ബീഫ് എടുത്ത പാത്രം കഴുകിയതാണ്. ഞാനതൊരു ഇതുപോലൊരു ഇതിനകത്തേക്ക് ഇട്ടിട്ട് വേസ്റ്റിനകത്തേക്ക് ഇടും. എന്നിട്ട് ഇതിങ്ങനെ കമഴ്ത്തി ഇട്ടിട്ട് അതിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്കും അത് ക്ലീനായി കിട്ടും. അല്ലെങ്കിൽ പിന്നെ സിങ്കിനകത്തേ വേസ്റ്റ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളം പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെ ഇട്ടാൽ ഇതാകുമ്പോൾ നല്ല കറക്റ്റായിട്ട് ഇരിക്കും. പണികളൊക്കെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ഒതുങ്ങിയൊക്കെ ഇരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. നമ്മളെപ്പോഴും എടുക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ. അല്ലാത്ത പാത്രങ്ങളെല്ലാം നമ്മൾ മുകളിലേക്ക് തട്ടിയേക്കുക. ഇതെല്ലാം എപ്പോഴും എടുക്കുന്നത് നമ്മുടെ കഞ്ഞിക്കലം, ഇത് നമ്മുടെ കഞ്ഞിവെള്ളം എടുക്കുന്ന പാത്രം, ഇതിപ്പോൾ പുഴുക്കുണ്ടാക്കിയ പാത്രം, അതുകൊണ്ടെങ്കിൽ കഴിയുമ്പോൾ മുകളിൽ കയറ്റി വയ്ക്കും. ആൻസൂട്ടൻ്റെ ചോറ്റുപാത്രം കഴുകി വെച്ചിരിക്കുന്നത് നാളെ അവൻ എടുക്കാറുള്ളത്. പിന്നെ എപ്പോഴും തേങ്ങ അരയ്ക്കുന്ന മിക്സിയുടെ ഒരു ജാറ് മുകളിൽ വയ്ക്കാറുള്ള. പിന്നെ നമ്മുടെ ചായപാത്രം, അരി കഴുകുന്ന പാത്രം, പച്ചക്കറി കഴുകാനെടുക്കുന്ന പാത്രം, നമ്മുടെ പ്ലേറ്റുകൾ, ഇങ്ങനെ ഇതെല്ലാം ഇവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റാൻഡൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് പാത്രങ്ങളെല്ലാം നമ്മൾ മാറ്റും. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിരിക്കും. പക്ഷെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നേരിട്ട് കാണുമ്പോൾ അങ്ങനെ അല്ല ഇരിക്കുന്നത്. ഏതെങ്കിലും ഒരു വീഡിയോക്ക് നെഗറ്റീവ് കമൻറ്റ് വന്നാൽ നമ്മുടെ ആ വീഡിയോ വിജയിച്ചു എന്നാട്ടോ അതിൻ്റെ അർത്ഥം. കുറേ ആളുകളിലേക്ക് എത്തിക്കഴിയുമ്പോഴായിരിക്കും നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നത്. അത് ആ ഒരു ട്രിക്ക് ഞാൻ യൂട്യൂബ് തുടങ്ങിയ കാലത്തെ മനസ്സിലാക്കി വെച്ചതാണ്. യൂട്യൂബൊക്കെ തുടങ്ങിയ സമയത്തൊക്കെ നെഗറ്റീവ് കമൻറ്റെങ്കിലും വന്നിരുന്നെങ്കിലും ആഗ്രഹിച്ചു പോയ നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് വരാട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, എല്ലാവരും പോയി കിടന്നു. ഞാനും പ്രാണിയും മാത്രമുണ്ട് അടുക്കളയിൽ. ഇനി നമുക്ക് അടുക്കളയിലൊന്നും ചെയ്യാനില്ല. നാളെ രാവിലെ എഴുന്നേറ്റ്
കുക്കൊക്കെ ചെയ്താൽ മതി, ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പം അതിനു മുമ്പായിട്ട് 2-3 കൂട്ടം കാര്യങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞല്ലോ, അതുകൂടി നമുക്ക് കണ്ടിട്ട് വീഡിയോ അതിൻ്റെ അപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ മൊബൈൽ സ്റ്റാൻഡ് പൊക്കിക്കൊണ്ട് പോവാം. അതിൻ്റെ മുറിയിലിരിപ്പുണ്ട് ആ ടോപ്പ്, ഇങ്ങനെ എടുത്തോണ്ട് തരുമോ? എനിക്കാണ് വീഡിയോ ഒന്ന് വൈൻഡപ്പ് ആയിട്ട് ആ ടോപ്പും ചെരുപ്പും കാണിച്ചിട്ട്. ചേട്ടൻ കയ്യിൽ മരുന്ന് തേച്ച് തരും. എടുത്ത് കാണിച്ചോണോ? അവനിപ്പോൾ പഴയ കൊച്ചൊന്നും അല്ല കേട്ടോ. അവിടെ നിലത്തൊരു പാവ കിടപ്പുണ്ടായിരുന്നു, എടുത്ത് വെച്ചാ? ആ, അത് വെച്ചല്ലോ. അപ്പൊ അതേ കവറ് ടോപ്സിയ ടോപ്പ് കട, തൊടുപുഴ മങ്ങാട്ടുകവലയിലാണ് കേട്ടോ. തൊടുപുഴ മങ്ങാട്ടുകവലയിലാണ്. സിയ ഗാർമെന്റ്സ് എന്നും പറഞ്ഞ് തൊടുപുഴ ബസ് സ്റ്റാൻഡിനകത്തും ഇവരുടെ ഒരു ഷോപ്പുണ്ട്. ഞാനിപ്പം ചുരിദാർ സ്ഥിരമായിട്ട് വാങ്ങുന്നത് അവിടെ നിന്നാണ്. വില കൂടിയതും കുറഞ്ഞതും എന്താണെങ്കിലും ക്വാളിറ്റി ഉള്ള ഡ്രസ് മെറ്റീരിയൽസ്, അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. ഇപ്പം ഡിസ്പ്ലേക്ക് ഇട്ടിരിക്കുന്നൊരു ചുരിദാർ കണ്ടിട്ട് അപ്പം ചേട്ടൻ എനിക്കൊരു ടോപ്പ്, വേഗം എടുത്ത സമയം തോന്നും, ചേട്ടൻ എനിക്കൊരു ടോപ്പ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും പോകുമ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേയിൽ നോക്കും. അപ്പം എനിക്കിഷ്ടപ്പെട്ട ഒരു ചുരിദാറിൻ്റെ ടോപ്പാണ്. എനിക്കിങ്ങനെ ഓവർകോട്ടുള്ള ചുരിദാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ഇതെടുത്തത്. ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് പോലെയുള്ള സംഭവമാണ്. എനിക്ക് ഇതുപോലത്തെ ഒരു ചുരിദാർ എനിക്കുണ്ട്, ഒരു ബ്ലൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡിസൈൻ ഇതൊന്നും അല്ല, ഇത് ഇതേപോലെ ഡിസൈനില്ല, കളർ കോമ്പിനേഷനോ ഇതിനകത്തുള്ള ഡിസൈനോ അതങ്ങനെയല്ല. പക്ഷെ ചുരിദാറിൻ്റെ ഈ ഒരു സംഭവം ഇതൊക്കെ അതുപോലത്തെ തന്നെയാണ്. അപ്പോൾ ഇതാണ് ചുരിദാർ. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ ഒരു ഞൊറിച്ചിലൊക്കെ വരുന്നുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടുകൊണ്ട് വാങ്ങിയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു ചുരിദാറിന് പോയി ചിലപ്പോൾ 2-3 ടോപ്പൊക്കെ എടുത്ത് തരാറുണ്ട്. അപ്പോൾ ഇത് ചേട്ടന് ഇഷ്ടമുണ്ട്, ചേട്ടന് കോളറുള്ള ചുരിദാറാണ് ഇഷ്ടം. അപ്പോൾ ഇത് സൈഡ് സ്ലിറ്റുള്ള ഒരു ചുരിദാറാണ് കേട്ടോ. എനിക്കില്ലാത്ത ഒരു കളറാണ്, ഒരു വെറൈറ്റി കളറാണ്. ബ്ലാക്കും വൈറ്റും ഒക്കെ ഇതിൻ്റെ കൂടെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഈ ഒരു മെറ്റീരിയലൊക്കെ അത് ലൈനിങ് ഒക്കെ വെച്ചതാണ് കേട്ടോ, ലൈനിങ് ഒക്കെ വെച്ചതാണ്. നല്ല കോട്ടൺ മെറ്റീരിയൽ പോലെ ഉണ്ട് കാണാൻ. സ്റ്റഫ് ഏതാണെന്ന് മെറ്റീരിയൽ നോക്കിയില്ല. ഇതുപോലത്തെ ഒരു നെക്കാണ്, ചൈനീസ് കോളർ പോലത്തെ ഒരു കോളർ അല്ലേ. പിന്നെ പിന്നെ ചെരുപ്പ്, മെയിനായിട്ട് നമ്മൾ ചെരുപ്പ് വാങ്ങാനേ പോയേ. നമ്മൾ ചെരുപ്പ് തൊടുപുഴ TDM നിന്ന് എടുത്തേ. അതാകുമ്പോൾ കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. എന്ത് ചെയ്താൽ പോകത്തില്ല, നമ്മൾ കത്തി വെച്ച് ചെത്തി കണ്ടിച്ചാലും പോകത്തില്ലാത്ത ചെരുപ്പുകളാണ്. അപ്പോൾ ഇത് TDM അവർ തന്നെ ഉണ്ടാക്കുന്ന ചെരുപ്പാണ് കേട്ടോ. TDMൻ്റെ ചെരുപ്പാണ്, ബ്രൗൺ കളറാണ് എടുത്തത്. എടാ ഇത് ബ്രൗൺ അല്ലേടാ, ഇത് ബ്ലാക്ക് അതിനകത്ത് കാണുന്നത്. ഡാർക്ക് ബ്രൗൺ. പക്ഷെ ഇത് കണ്ടിട്ട് ബ്ലാക്ക്. ഇതേ അതിനകത്ത് വീഡിയോയിൽ നോക്കിയാടാ, വീഡിയോയിൽ നോക്കിക്കേടാ ബ്ലാക്ക് ആയിട്ട് തോന്നുന്നു. നല്ലതല്ലേ, നോക്ക്, കമന്റ് ചെയ്യണേ. എനിക്കിതുപോലെ പിടുത്തമൊക്കെ വേണം ചെരുപ്പിടാനായിട്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് തന്നിട്ടോ ഡാൻസ്. പ്ലാസ്റ്റിക് വലിച്ചു പൊട്ടിക്കരുത് കേട്ടോ. വലിച്ചാൽ പൊട്ടിയിടാം. നാളെ ഇട്ടോണ്ട് പോകാതെ, ചെരുപ്പില്ല സാരി ഉടുക്കുമ്പോൾ. പിന്നെ എനിക്ക് പൂച്ചയ്ക്കൊക്കെ വേദനയായിരുന്നു. പിന്നെ ചേട്ടൻ്റെ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതായത് ഹാഫ് ഷൂ ആണ് വാങ്ങിയത്. ചേട്ടനൊരു വെറൈറ്റിക്ക് ഒന്ന് മാറ്റി പിടിച്ചു, ഈ കളർ എടുത്തു ഈ തവണ. ഇത് ഏതാടാ സൈസ് നോക്കിയാടാ? 8.
ഓക്കെ, ഇനി അടുത്തത് എടുക്കുക, വേഗം എടുക്കുക, സമയം പോണം. അപ്പോൾ ആൻസിനും കൂടെ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തു. എനിക്ക് ചെരുപ്പ് എടുക്കാനും പോയി, എടുത്തപ്പോൾ പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ വാങ്ങിച്ചു. ഇത് ആൻസിൻ്റെ ചെരുപ്പ്. ആൻസ് ബ്ലാക്ക്, ഞാൻ ബ്രൗണ്, ചേട്ടൻ അതിലും ലൈറ്റ്. അങ്ങനെ. പക്ഷെ ആൻസിൻ്റെ ചെരുപ്പ് സൂപ്പറാട്ടാ. കൈ എടാ എനിക്കൊന്ന് നാടാന്നിടാനായിട്ട്, എനിക്കൊന്ന് നാടാ ഇടാനായിട്ട്. കൈ വേദന എടുത്ത് ചേട്ടാ കൈക്ക് മരുന്ന് തേച്ച് തരാന്നാ പറഞ്ഞു. മരുന്ന് തേച്ചിട്ടേ കിടക്കണുള്ളൂ. ചെരുപ്പെടുത്ത് താഴെ ഇടട്ടെ. പൂച്ച കടിച്ചു പറിക്കോടാ. കൈ ചെരുപ്പ് അപ്പുറം കൊണ്ടിട്ടേക്കണേ ഈ പൂച്ച. എന്നിട്ട് ആ മുറി അടയ്ക്കാൻ. ഇതെനിക്ക് കറക്റ്റാടാ. വാങ്ങിയില്ല, വേണമെങ്കിൽ ചെക്ക വേരിലും കായ്ക്കും. ഇവന്റെ ചെരുപ്പ് എനിക്ക് പാകാ, എനിക്ക് കറക്റ്റ് പാകാ. എനിക്ക് ആൻസിന്റെ ചെരുപ്പ്. എടാ അതിനെ വിടറാ. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. എടാ അവിടെ കൊണ്ടുവെക്കടാ. ഇപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പർച്ചേസിങ്. അപ്പൊ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ചേട്ടനെ കൊണ്ട് കയ്യിലൊന്ന് മരുന്ന് തേപ്പിക്കണം, കിടക്കണം, ഉറങ്ങണം, രാവിലെ എഴുന്നേക്കണം, കുക്ക് ചെയ്യണം, ജോലിക്ക് പോകണം, വരണം. നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പിന്നെ നാളെ കഴിഞ്ഞ് ഇങ്ങ് പോകണ്ട. അതുകൊണ്ട് ശനിയാഴ്ച കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റാലും മതി, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. എത്ര ലേറ്റായിട്ട് എഴുന്നേറ്റാലും നമ്മൾ ചേട്ടൻ എഴുന്നേൽക്കുമ്പോൾ പിന്നെ അങ്ങനെ കിടക്കാറൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുവരേക്കും. ബിന്ദുസ് ഡ്രീംസ്. ഒന്നോടെ, ദിസ് ഈസ് സൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.